പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള അനിരുദ്ധ് താപ്പയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് അനിരുദ്ധ് താപ്പ. താരത്തിന് ഇഞ്ചുറി ആയിരുന്നു. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് പരിക്കുമാറിയ താരം ഉടനെ തന്നെ ടീമിൽ തിരികെ ജോയിൻ ചെയ്തേക്കും. അടുത്ത ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ അനിരുദ്ധ് താപ്പ അവൈലബിൾ ആകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു സീസണിൽ മോഹൻ ബഗാന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച താപ്പയുടെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ട്. അനിരുദ്ധ് താപ്പ തന്റെ ഫുൾ ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിൽ ഒരുപാട് മത്സരങ്ങളിൽ നിരവധി താരങ്ങൾക്ക് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡ് കിട്ടിയ മത്സരം ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെയാണ്. ആ ഒരു മത്സരത്തിൽ തന്നെയാണ് രാഹുൽ KPയുടെ വിവാദമായ ഫൗളും ഉണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ മൊത്തത്തിൽ 10 യെല്ലോ കാർഡുകൾ താരങ്ങൾക്ക് ലഭിച്ചിരുന്നു. പഞ്ചാബിന്റെ താരങ്ങൾക്ക് 5 യെല്ലോ കാർഡുകളായിരുന്നു മത്സരത്തിൽ ലഭിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന് മത്സരത്തിൽ 5 യെല്ലോ കാർഡുകൾ തന്നെയാണ് കിട്ടിയിരുന്നത്. ഒരുപാട് ഫൗളുകൾ നിറഞ്ഞ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. 2-1 എന്ന സ്കോറിൽ പഞ്ചാബായിരുന്നു ഒരു മത്സരത്തിൽ വിജയിച്ചിരുന്നത്. അടുത്തൊരു കാര്യം, ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഗോകുലം കേരള FCക്കെതിരെ നടന്ന ഒരു മത്സരത്തിൽ 6-3 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു. നോവ സദോവി മത്സരത്തിൽ 2 ഗോളുകൾ നേടിയിരുന്നു. മാത്രമല്ല അഡ്രിയൻ ലൂണയും ഒരു ഗോൾ നേടിയിരുന്നു. ജോഷുവ സൊറ്റീരിയോ, രാഹുൽ KP, ജീസസ് ജിമിനസ് എന്നീ പ്ലേയേഴ്സും മത്സരത്തിൽ ഓരോ ഗോൾ വീതം നേടിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഏറെ നാളത്തെ പരിക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്ന സച്ചിൻ സുരേഷും ഇന്നലത്തെ ഒരു മത്സരത്തിൽ കളിച്ചിരുന്നു. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ സച്ചിൻ അവൈലബിൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി കളിച്ചേക്കും. അടുത്ത ചെന്നൈ FCക്കെതിരെയുള്ള മത്സരം ടീമിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായിട്ടുള്ള മത്സരം തന്നെയാണ്. ടേബിളിൽ നിലവിൽ 10ാം സ്ഥാനത്തായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്ന മത്സരങ്ങളെല്ലാം നിർണായകം തന്നെയാണ്. മോശം റിസൾട്ട് ഇനിയും തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപകടത്തിലാകും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.